ഹൈവേ വന്നപ്പോ കുറെ പോയി, അത് കൂടാതെ എത്രയോ കൂട്ടിപ്പോയി. അതിപ്പോ ഈ ഓൺലൈൻ ബിസിനസിന്റെ പ്രശ്നമുണ്ട്, സെൻട്രലൈസ്ഡ് മോളുകളുടെ വിഷയമുണ്ട്, GST-യിലുള്ള കുറെ കാര്യങ്ങളുണ്ട്. അത് ഗൗരവതരമായി നമ്മുടെ ലൈൻ ഞങ്ങൾ പറഞ്ഞത്, ഞങ്ങളുടെ ലൈൻ ടാക്സ് അടയ്ക്കുന്ന എല്ലാവരും ജെനുവിൻ ടാക്സ് പേയേഴ്സ് ആണ്. നേരത്തെ ഗോൾഡുകാരോട് കൂടി പറയാം, ജനറൽ ആയിട്ടുള്ള പറയാം, ജെനുവിൻ ടാക്സ് പേയേഴ്സ് ആണ്. ആ ജെനുവിൻ ടാക്സ് പേയേഴ്സിന് ഒരു ക്രൈസിസ് വരുമ്പോൾ പ്രൊട്ടക്ട് ചെയ്യേണ്ട ബാധ്യത ഗവൺമെന്റിന്. അവർക്ക് ക്ഷീണം വരുന്ന സമയത്ത് നമ്മൾ അവരെ താങ്ങി നിർത്തണം. ഇപ്പൊ നിങ്ങൾ ക്ഷീണകാലമാണ്, നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു സംവിധാനം. ഏത് സെക്ടർ ക്ഷീണിച്ചാലും ഞാൻ വെന്റിലേറ്റർ കൊടുക്കുമെന്ന് പറയില്ല. ഇപ്പോഴത്തെ കാലത്ത് വെന്റിലേറ്റർ കൊടുക്കുന്നത് വേറെ ആൾ വന്നാലേ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുള്ളൂ, അതല്ല. ആ പർട്ടിക്കുലർ ടൈം ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു താങ്ങി നിർത്തൽ എല്ലാ സെക്ടറിനോടും. എന്നാലേ ജെനുവിൻ ടാക്സ് പേയേഴ്സ് ഉണ്ടാവില്ല. ജെനുവിൻ ടാക്സ് പേയേഴ്സ് എത്ര പേരാ പൂട്ടി പോകുന്നത്? എന്നിട്ട് കള്ളക്കച്ചവടം നടക്കുകയാണ്. B2B ബിസിനസ്സും B2C ബിസിനസ്സും ഷെയ്ഡി ബിസിനസ് കേരളം മുഴുവൻ നടക്കാണ്. ഷെയ്ഡി ബിസിനസ് ഒറിജിനൽ ആയിട്ടുള്ള, അതായത് ഈ GST വന്നപ്പോ ക്യാമറ ഇല്ല, മറ്റതില്ല വന്നതോടുകൂടി ഷെയ്ഡി ബിസിനസ് നടക്കാണ്. ഗവൺമെന്റ് എക്സ്ചക്കറിലേക്ക് ഹ്യൂജ് എമൗണ്ട് ലീക്കേജ് ആണ്. അതേ അവസരത്തിൽ മര്യാദയ്ക്ക് ടാക്സ് കൊടുത്ത്, വാടകയ്ക്ക് കെട്ടിടം കൊടുത്ത്, ജീവനക്കാരെയും വെച്ച് LCT ചാർജും കൊടുത്ത്, വാട്ടർ ചാർജും കൊടുത്ത് നിൽക്കുന്നവർക്ക് കൂട്ടിപ്പോവാണ്. അതാണ് ഞങ്ങൾ ഗോൾഡിന്റെ വിഷയം. അത് തന്നെയാണ്. ഗോൾഡ് മർച്ചന്റ്സിനെതിരായിട്ടല്ല തട്ടിപ്പാണ് എന്ന് പറഞ്ഞത്. നിങ്ങൾ ഒരു വീട്ടിലെ കല്യാണം നടത്താൻ തീരുമാനിച്ചാൽ, 100 പവൻ കൊടുക്കാൻ തീരുമാനിച്ചാൽ ബ്രീഫ് കേസുമായിട്ട് വരുവാണ് 100 പവനുമായിട്ട്. അത് നിങ്ങൾ ഗോൾഡ് മർച്ചന്റ്സ് ആണോ പോകുന്നത്? അല്ല, നിങ്ങളല്ല പോകുന്നത്. നിങ്ങൾ ആരെയും വീട്ടിൽ പോയില്ലല്ലോ. ഒരു പാരലൽ ബിസിനസ് നടക്കുകയാണ്. നമ്മൾ പറഞ്ഞ പോയിന്റ് 2001 4000 രൂപ ഒരു പവൻ ഉണ്ടായിരുന്ന കാലത്ത് കിട്ടിയിരുന്ന അതേ GST നിങ്ങളും സമ്മതിച്ചു. അതേ GST ഇപ്പൊ എത്രയാണ്? സ്വർണത്തിന്റെ വില എത്ര? 1,20,000. ഇപ്പൊ എത്രയായി? 25, 29 ഇരട്ടിയായി. 29 ഇരട്ടി, 30 ഇരട്ടി, അല്ലെങ്കിൽ 25 ഇരട്ടി എന്ന് കൂട്ടിക്കും. അതേ 500 കോടി രൂപ ഇപ്പോഴും കിട്ടും. അപ്പൊ വേറെ ബ്ലാക്ക് ഷെയ്ഡി ബിസിനസ് അതിന്റെ അകത്ത് വേറെ നടക്കുന്നുണ്ട്. നിങ്ങളാണ് അതിന്റെ ആദ്യത്തെ വിക്ടിംസ്. യഥാർത്ഥത്തിൽ കടയും തുറന്നു വെച്ച് ബിസിനസ് നടത്തുന്നവരാണ് വിക്ടിംസ്. ഞങ്ങൾ നിങ്ങൾക്കെതിരായിട്ടല്ല പറയുന്നത്. അവിടെ വലിയ ഒരു ഇവേഷൻ നടക്കുന്നുണ്ട്, തട്ടിപ്പ് നടക്കുന്നുണ്ട്. വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ കണക്കനുസരിച്ച് കേരളത്തിൽ ഒരു കച്ചവടം കൊടുത്തിട്ടില്ല. കേരളത്തിൽ നന്നായിട്ട് ഗോൾഡ് പോകുന്നുണ്ട്. ഇന്ത്യയിൽ ഇറങ്ങുന്ന 30% ഗോൾഡ്. അതൊക്കെ നമ്മൾ അഡ്രസ് ചെയ്യേണ്ട ടാക്സ് ആക്ട്. നിങ്ങൾക്കൊന്നും ഒരു ദോഷവും വരില്ല. കച്ചവടം നടത്തി മര്യാദയ്ക്ക് നടത്തുന്ന ബിസിനസ്സുകാർക്ക് ഒരു ദോഷവും വരില്ല. അവരെ പ്രൊട്ടക്ട് ചെയ്യും ഉറപ്പായിട്ട്. അതാണ് പോളിസി. ഒരു മിനിറ്റ് പ്ലീസ്. പിന്നെ ഓട്ടോ തൊഴിലാളികളുടെ വിഷയം, നഗരത്തിലുള്ള വിഷയവും മൊത്തത്തിലുള്ള വിഷയവും. ഞങ്ങളുടെ ലോക്കൽ ബോഡിയിൽ നിങ്ങൾക്ക് വിശ്രമ കേന്ദ്രം ഉൾപ്പെടെ നിങ്ങൾക്ക് പ്രകടന പത്രികയിൽ പ്രത്യേകമായി പറഞ്ഞിട്ട് എല്ലാ ലോക്കൽ ബോഡികളോടും നമ്മളത് ആവശ്യപ്പെടാൻ വേണ്ടി തീരുമാനിച്ചതാണ്. അനാവശ്യമായ പോലീസിന്റെ പീഡനവും മറ്റു കാര്യങ്ങളൊക്കെ ചെറിയ വരുമാനം കിട്ടുന്ന ആളുകളുടെ ഉണ്ടാവില്ല. മെഡിക്കൽ കോളേജ് ജീവനക്കാർ, അതായത് ആശുപത്രി ജീവനക്കാർക്കെതിരായിട്ടുള്ള ആക്രമണം നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ ആക്ടും കാര്യമൊക്കെ ഉണ്ട്. ഇത് സ്വാധീനമുള്ള ആരോഗ്യകരി കൈകാര്യം ചെയ്തേക്കുന്ന കേസാണ്. ഇന്ന് തന്നെ നമ്മൾ കമ്മീഷണറെ വിളിച്ച് അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാം. പിന്നെ PSC റാങ്ക് ഹോൾഡേഴ്സിന്റെ കാര്യം ഏറ്റവും കൂടുതൽ